الدرجة الرفيعة وبعثه مقاما محمودا الذي وعدته اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته يوم القيامة إنك لا تخلف الميعاد وإلى حضرات أزواجه وذرياته وأهل الخير كلهم أجمعين وإلى حضرات ساداتنا البدريين واللحديين والحنينيين والخندقيين والخيبريين وصائر الصحابة رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات സുഹൃത്തുക്കൾ, ഖുർആൻ സ്റ്റഡീസ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായി നടത്തിവരുന്ന ഈ ഒരു മഹത്തായ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൻ്റെ സംഘാടക സമിതിയോട് ആദ്യമായി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വളരെ കാലിക പ്രാധാന്യമുള്ള മനുഷ്യ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടുന്ന നടപടിക്രമങ്ങളിൽ ഒരു അവബോധമുണ്ടാക്കാൻ, അതിലുപരി ഒരു സാമൂഹ്യ അവബോധമുണ്ടാക്കാൻ ഇത്തരം ചടങ്ങുകൾ സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ എന്നൊക്കെയുള്ള ഒരുപാട് വാക്കുകൾ നാം എല്ലാം കേൾക്കാറുണ്ട്. ഇവിടെ വിശുദ്ധ റംസാൻ മാസത്തിൽ തന്നെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിൻ്റെ അർത്ഥം മഹാനായ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, ആദർശങ്ങൾ ജീവിതത്തിൽ പകർക്കുന്നതിലേക്ക് ആളുകളെ, ജനങ്ങളെ, മനുഷ്യരെ ആ പന്താവിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. സ്വാഭാവികമായും ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ മൂല്യബോധം ഇത്തരം ഘട്ടങ്ങളിലൂടെ ആത്മശുദ്ധീകരണത്തിനും മാനവിക മോചനത്തിനും അതിലെല്ലാം ഉപരി മനുഷ്യരെ ഒരുപോലെ കാണാൻ, പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാനുള്ള ഉന്നതമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹാനായ പ്രവാചകനെ അനുസ്മരിക്കുന്ന ഈ ഒരു ചടങ്ങ് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ചടങ്ങായി ഞാൻ കാണുകയാണ്. ഇന്നിവിടെ പ്രത്യേകിച്ച് ഈ ചടങ്ങിൽ ഓരോ ദിവസം ഓരോ വിഷയമാണ്. ഇന്നലെ പാർലമെൻറ്റിൻ്റെ പ്രിയങ്കരനായ സുഹൃത്താണ് ഇന്നലെ ഇവിടെ വന്നിരുന്നത്. ഇന്ന് ഈ വിഷയമെന്ന് പറയുന്നത് പടിഞ്ഞാറിൻ്റെ ശീലങ്ങൾ, നമ്മുടെ ദൗർബല്യങ്ങൾ എന്ന വിഷയമാണ്. വളരെ കാലിക പ്രാധാന്യമുള്ള വിഷയമാണ്. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനികളായ മഹാന്മാരായ പണ്ഡിതന്മാരെ,
ദീനിൻ്റെ ബഹുമാനികളായ സഹായികളെ, നാം എല്ലാവരും ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹ അമലായി അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹിൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നരകത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ദീനിനും പ്രസ്ഥാനത്തിനും സമുദായത്തിനും സർവർക്കും ഗുണകരമായ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാർഗവും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു വഴിയുമായി അള്ളാഹു തആല ഇത് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ദുശ്ശീലങ്ങളെ മാറ്റിയെടുക്കാനുള്ള വഴിയായി അള്ളാഹു തആല ഇത് നമ്മിൽ നിന്ന് എത്തിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പടിഞ്ഞാറിൻ്റെ ദൗർബല്യങ്ങൾ നമ്മുടെ ശീലങ്ങൾ എന്നതാണ് വിഷയം. പടിഞ്ഞാറിനെ ഞാനൊന്ന് ഹ്രസ്വമായ വാക്കുകളിൽ പരിചയപ്പെടുത്താം. പടിഞ്ഞാറിൽ ഒരു പ്രവാചക സന്ദേശം പ്രവാചക കാലഘട്ടത്തിൽ നടന്നതായ ഒരു അറിവ് നമുക്കില്ല. പടിഞ്ഞാറിൽ ഒരു സംസ്കാരം എന്ന പേരിൽ നിലനിന്നത് യവന സംസ്കാരം മാത്രമാണ്. യവന സംസ്കാരത്തിന് ഏതൻസിൽ, ഗ്രീസിൽ, റോമിൽ ഇവിടെയൊക്കെ നിലനിന്നിരുന്ന യവന സംസ്കാരത്തിന്, ഗ്രീക്ക് സംസ്കാരത്തിന് കേവലമുള്ള ഒരു മിഥോളജിക്കപ്പുറം അതിനൊരു മൂല്യവുമില്ല. ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരിൽ ഒരു പ്രവാചകന്റെയെങ്കിലും കർമ്മമണ്ഡലം പടിഞ്ഞാറ് ഉണ്ടതായി ചരിത്രത്തിൽ അറിവില്ല. പടിഞ്ഞാറിനെ നമ്മൾ നിരാകരിക്കുകയല്ല, പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ ചില ഗുണങ്ങളും ദൗർബല്യങ്ങളും ഉണ്ടായിരിക്കും. പടിഞ്ഞാറ് ഒരു പ്രവാചക മണ്ണല്ല എന്നാണ് മനസ്സിലാവുന്നത്. അവിടെ പ്രവാചകന്മാർ തീരെ ഇല്ല എന്നൊന്നും ഈ പറഞ്ഞ വാക്കിന് അർത്ഥമില്ല. പക്ഷേ നാം അറിയപ്പെടുന്ന പ്രബലവും പ്രധാനവുമായ സംസ്കാരങ്ങളൊന്നും യൂറോപ്പിൽ ഉള്ളതായി അറിവില്ല. യൂറോപ്പിന്റെ ആകെ ഒരു സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇലിയഡാണ്. ഹോമറുടെ ഇലിയഡ് എന്ന് പറയുന്നത് സത്യത്തിൽ ഊഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒരു ഫീൽഡ് സമൂഹത്തിന് നൽകുകയാണ്. അതിൽ നിന്നാണ് പിന്നീട് പ്രകൃതി ദൈവങ്ങളുടെ ആരാധിക്കുന്ന രീതി ലോകത്ത് വളർന്നു വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം സത്യത്തിൽ റോമൻ മിത്തോളജിയാണ്. അതിനൊരു ചെറിയ വ്യത്യാസം വന്നത് സെന്റ് പോളോടുകൂടിയാണ്. പക്ഷേ ആ വ്യത്യാസമാകട്ടെ ഉദാത്തമായ ഒരു വേദഗ്രന്ഥം നശിപ്പിച്ചുകൊണ്ടാണ് ലോകത്തുണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധ വേദഗ്രന്ഥമായ ബഹുമാനപ്പെട്ട ഇൻജീൽ അതിന്റെ അലകും പിടിയും വേർപ്പെടുത്തുന്ന കാര്യത്തിൽ ഏറ്റവും അധ്വാനിച്ചതും പടിഞ്ഞാറുകാരായിരുന്നു എന്നതും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അവരൊരു സംഭാവനവും ചെയ്തില്ല എന്നല്ല, ഒരു വേദഗ്രന്ഥത്തെ സമൂലമായ മാറ്റിയിട്ട് മാനുഷിക കൈകടത്തലുകൾ സ്പഷ്ടവും വ്യക്തവും അതിൻ്റെ നാശോന്മുഖമായ രീതിയിലും ചെയ്തു എന്നതും പടിഞ്ഞാറിന്റെ ഒരു രീതിയായി നാം കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നാട്ടിനെ കുറിച്ചാണ്, അവരുടെ രീതിയെയും ശീലങ്ങളെയും കുറിച്ചാണ് നാം പറയുന്നത്. ഇനി നാം ആരാണെന്ന് ചിന്തിക്കണം. നമ്മൾ പ്രവാചക മണ്ണിന്റെ അനന്തരാവകാശികളാണ്. എല്ലാ നിലക്ക് നോക്കിയാലും പ്രത്യേകിച്ച് പ്രവാചക സംസ്കാരങ്ങളൊക്കെ 2 പ്രദേശങ്ങളിലാണ്, 2 വൻകരകളിലാണ് ഉണ്ടായത്. ഏഷ്യയിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ. 3 വേദഗ്രന്ഥങ്ങളും അവിടെയാണ് വന്നിട്ടുള്ളത്. 4 വേദഗ്രന്ഥങ്ങളും അവിടെയാണ് വന്നിട്ടുള്ളത്. മഹാനായ സയ്യിദ്ന മൂസ, പിന്നെ സയ്യിദ്ന ദാവൂദ്, പിന്നെ സയ്യിദ്ന ഈസ, പിന്നെ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇവരുടെയൊക്കെ കർമ്മമണ്ഡലം സത്യത്തിൽ ഇവരുടെയൊക്കെ കർമ്മമണ്ഡലം ഏഷ്യയും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളും. ഉദാത്തമായ ഒരു സംസ്കാരം ലോകത്തിന് നൽകിയത് ഈ ഒരു പ്രദേശത്ത് വെച്ചാണ്. അതിന്റെ ഒരു അടിത്തറയിലാണ് നാം ഉള്ളത് എന്നും നാം മനസ്സിലാക്കണം. ആ നിലക്ക് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒന്നും കൊള്ളേണ്ടതില്ല, അവർക്ക് കൊടുക്കേണ്ടതേ ഉള്ളൂ. നമ്മളിൽ നിന്ന് അവർക്ക് കൊടുത്തപ്പോഴാകട്ടെ അവർ അതിന്റെ അലകും പിടിയും വേർപ്പെടുത്തുകയും ചെയ്തു. ഇഞ്ചിൽ ഒരു ഉദാഹരണം. പിന്നെ രണ്ടാമതായി നമ്മൾ ഭാരതീയർ എന്ന നിലയിലാകട്ടെ നമ്മൾ മഹാനായ സയ്യിദ്ന ആദമിന്റെ മണ്ണിലാണ് അലൈഹിസ്സലാം. ആദം ഭൂമിയിൽ കാലുകുത്തിയത് ഇന്ത്യയിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതെവിടെ എന്ന കാര്യത്തിൽ ചെറിയ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഇന്ത്യയിലാണ് എന്നതിൽ തർക്കമില്ല. രണ്ടഭിപ്രായമുണ്ട്. ഒന്ന് ശ്രീലങ്കയിലാണ്.